ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുരന്തർ 2 കുറിച്ചാണ്. മാർക്ക് മൈ വേർഡ് ഗൈസ്, നോ വൺ ഇൻ ദിസ് വേൾഡ് ക്യാൻ പുൾ ദിസ് ഓഫ്. നോ വൺ ഇൻ ദിസ് വേൾഡ് ക്യാൻ പുൾ ദിസ് ഓഫ്. ഇത് ലോകത്തിലൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏത് ഹോളിവുഡ് മൂവി ഡയറക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, 4 മണിക്കൂർ നേരത്തോളം ഉള്ള ഒരു സിനിമ ഇത്രത്തോളം എൻഗേജിങ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് സിനിമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ആ ഒരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ് ആണ്, കഴിവാണ്, അമേസിങ് ജോബ്. അത്രേ പറയാനുള്ളൂ. 2026 ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഞാൻ ഒരുപക്ഷെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഗ്രേറ്റസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫ് എ ബോളിവുഡ് മൂവി എന്ന് പറയേണ്ടി വരും. അതാണ് ദുരന്തർ 2. രൺവീർ സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ, കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല. ഇത് ഇന്ത്യൻ സിനിമയിൽ ഏത് മോനും ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഏതാളെ വേണമെങ്കിലും കൊണ്ടുവന്നോ, മലയാളത്തെ ആളെടുത്തോ, കന്നഡത്തെ ആളെടുത്തോ, തമിഴത്തെ എടുത്തോ, തെലുങ്കത്തെ എടുത്തോ, ഏത് സ്റ്റാറിനെ വേണമെങ്കിലും കൊണ്ടുവന്നോ, ഈ ഒരു സ്വാഗ്, ഈ ഒരു ഓറ വേറെ ആർക്കും ഇല്ല. അങ്ങനെ ആ മനുഷ്യനത് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ മുകളിലോട്ടേക്ക് ഇല്ല. ആ പുള്ളി ഓരോ സീനിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്ന് വന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു ഫീലില്ല. അതിൽ പറയുന്നുണ്ട് കിങ് ഓഫ് കിങ്സ്. ആ ഒരു ഫീല് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. അമ്മാതിരി ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടം. 4 മണിക്കൂർ നേരെയുള്ള ഈ സിനിമ പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. 2 മണിക്കൂർ പോയി, അതിനുശേഷം 2 മണിക്കൂറും കാണാൻ വേണ്ടി തയ്യാറ്. അതിനുശേഷം വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ ആൾക്കാർ വേണമെങ്കിൽ ഇരുന്ന് കാണും. എന്തോ അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഈ പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ദുരന്തർ 1 ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അതിന് ഞാൻ നെറ്റ്ഫ്ലിക്സിന് വന്നതിന് ശേഷം ഞാൻ ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. പക്ഷെ ദുരന്തർ 2 എന്തായാലും കാണണം ഞാൻ തീരുമാനിച്ചതാണ്. ഇപ്പോഴാണ് ഞായറാഴ്ച കണ്ണൂരിൽ സെക്യൂരോ മാളിൽ വെച്ചിട്ടാണ് കാണാൻ അവസരം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു 2-3 ദിവസമായി ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട്. എന്നിട്ട് ഒരു 80% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു സിനിമക്ക്. എന്നാലും ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും ഒരു 3 times ബെറ്റർ. ഫസ്റ്റ് പാർട്ട് മോശമായിട്ടല്ല, ഫസ്റ്റ് പാർട്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അത്രത്തോളം സംഭവങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു കമ്മിങ് ആയിരുന്നു കാണിച്ചത്. പക്ഷെ ഇതിലങ്ങനെ തീർത്തു. എന്താ പറയണ്ട, ആ രീതിയിൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് ഓരോ ഇന്ത്യക്കാരനും കാണേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ഏത് മലയാള സിനിമ കണ്ടിട്ടോ, ഏത് കുന്തം കണ്ടിട്ടോ ഈ വർഷത്ത് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ സിനിമ ലവർ അല്ല എന്ന് ഞാൻ പറയും. അത്രയും വലിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മിസ്സാക്കാൻ പോകുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററി ഓഫ് മൂവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും എപ്പോഴും സെക്കൻഡ് പാർട്ട് വരുന്ന സിനിമകൾ വളരെ കുറച്ച് ലോക ചരിത്രത്തിൽ ഹിറ്റായിട്ടുള്ളൂ. അത് ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ വളരെ അന്നെങ്കിലും ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കിയ പേരും കൂടി സെക്കൻഡ് പാർട്ട് എടുക്കുന്നതോടുകൂടി അവർ നശിപ്പിക്കും. പക്ഷേ ഇത് ആദിത്യദാർ, വാട്ട് എ ജോബ് മാൻ, യു ആർ എ ലെജൻഡ് ആൻഡ് ഐ ആം സോ ഷുവർ ദാറ്റ് യു ഹാവ് എ ലോങ് വേ ടു ഗോ. ഈ വർഷത്തെ എന്തായാലും നാഷണൽ അവാർഡ്സ് ബെസ്റ്റ് മൂവി ദുരന്തർ 2, ബെസ്റ്റ് ആക്ടർ രൺവീർ സിംഗ്. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവർക്കും അവാർഡ് ഉള്ളൂ എന്ന് ഞാൻ പറയും. ആ ഒരു സംഭവം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ടുള്ളൊരു ഹാങ് ഓവർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ 9:30 പോയതാണ്, സിനിമ കഴിയുന്നത്തേക്ക് 2 മണിയായി. ഒരത്തിയ സിനിപോളിസിൽ അരമണിക്കൂർ നേരം പരസ്യം വെച്ച് തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഒരു 4 മണിക്കൂർ സമയമുള്ള സിനിമയാണ്, അതിൻ്റെ ഇടയ്ക്ക് അരമണിക്കൂർ പരസ്യവും. അതുപോലെ തന്നെ ഈ സിനിമയുടെ ബാക്കിയുള്ള കാറ്റഗറീസ് ഒക്കെ പറയുകയാണെങ്കിൽ, ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം പറയുകയാണെങ്കിൽ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ആർട്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയിട്ട് ഷൂട്ട് ചെയ്തതാണെന്ന് നമുക്ക് തോന്നും. ഞാൻ ഫസ്റ്റിൽ നോക്കുമ്പോൾ തായ്ലൻഡിലൊക്കെയാണ് ഇവർ സെറ്റ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ആ രീതിയിലല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. അമ്മാതിരി രീതിയിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീല് തന്നൊരു സിനിമ, ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമ കണ്ടിട്ട് ഒരു വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ലെവലിലായിപ്പോയി. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസ് ആയിട്ടും പ്ലീസ് രേഖപ്പെടുത്തും. നമുക്കത് എന്തായാലും ഒരു ചർച്ച ചെയ്യുക, ഒരു ഹെൽത്തി കോൺവെർസേഷൻ അല്ല. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സിൻസിയർ ആയിരിക്കുന്ന ഒപ്പീനിയൻസ് കേൾക്കാൻ വേണ്ടി എൻ്റെ ആട് 3 വീഡിയോ
ഓൾമോസ്റ്റ് നല്ല റീച്ച് കിട്ടിയതാണ്, ആൾക്കാരുടെ ഇടയിൽ നല്ല ചർച്ചയൊക്കെ ആയതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് നോക്കാം. അതുപോലെ സിൻസിയർ ആയിട്ടുള്ള ഒപ്പീനിയൻസേ ഞാൻ ഈ ചാനലിൻ്റെ ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ളൂ. സിൻസിയർ ആൻഡ് ട്രൂത്ത്, 100% ട്രൂത്ത് ആയിട്ടുള്ള. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്, പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. We'll come with another video next time. Take care. Until then, take care guys and bye bye.